അസ്സലാമലൈക്കും മുത്തുമണികളെ. ഇന്ന് ഞാൻ ബീഫ് മുളകിടാൻ പോവുകയാണ്. നമ്മൾ ഉലകത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ബീഫ് ഞാൻ എന്താക്കി കഴുകി വൃത്തിയാക്കിയാണ് ഈ കാണുന്നത്. കുറച്ച് നേരം വെള്ളം നന്നായി വെള്ളം വെള്ളം വറ്റാൻ വെള്ളം വറ്റാൻ വേണ്ടി ഞാൻ കൊട്ടയിലേക്ക് ഇട്ട് വെച്ചതാണ് ഇങ്ങനെ ഈ കാണുന്നത്. ഓക്കെ, ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 1.5 കിലോയോളം ഉണ്ട് കേട്ടോ മുത്തുമണികളെ. ഓക്കെ, വീഡിയോസ് രണ്ടുകൊണ്ട് എടുക്കുന്നുകൊണ്ടാണ്. ഈ പച്ചമുളക് 2 ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില അധികം ഇട്ട് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഓക്കെ, അത് ഇട്ട് കൊടുത്തിട്ട് മുത്തുമണികളെ. ഇനി ഒരു പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇനി കുറച്ച് വലിയ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, പാകത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഓക്കെ, കുറച്ച് സുറുക്കയും. ഓക്കെ, ഇനി ഇത് നന്നായി കൈവച്ച് തിരുമ്പിയിട്ട് യോജിപ്പിച്ചെടുത്ത് കുക്കർ ഗ്യാസിലേക്ക് വെക്കുക. ഓക്കെ, നന്നായി തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് അടുപ്പിലേക്ക് ഗ്യാസിലേക്ക് വെക്കട്ടെ, വെന്ത് വരട്ടെ. പാകത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ട്. പാകത്തിന് ഞാൻ എരിവിട്ടിട്ടുള്ളൂ, കൂടുതലിട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് എത്ര എരിവ് വേണം അതിന് കണക്കാക്കി ഇട്ടാൽ മതി. ഓക്കെ, കുക്കറിൻ്റെ വിസിലൊക്കെ ഇട്ട് ഗ്യാസ് കത്തിച്ച് നന്നായി വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് മുകളിൽ കുറച്ചും കൂടി മുളക് പൊടി കുറവായിരുന്നു. പക്ഷെ മുളക് എന്ന എരിവുണ്ട്, കളറില്ലാത്ത മുളക്. പിന്നെ കാശ്മീർ മുളക് മിക്സ് ചെയ്തിട്ടില്ല. ഇനി വറവാക്കുന്ന സമയത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വെച്ചിട്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചെയ്തു. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നന്നായി വെന്ത് വരട്ടെ. ഓക്കെ, ഞാൻ ഇനി എന്താക്കും, ഇതിങ്ങനെ വെന്തതിനൊക്കെ ശേഷം ഞാൻ ചെയ്യുന്ന പടി എന്താ വെച്ചാൽ അതിന് ശേഷം നമുക്ക് തക്കാളിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വഴറ്റുന്ന സമയത്ത് അങ്ങനെ ചെയ്യുക. ഞാൻ അങ്ങനെ അധികം ചെയ്യില്ല. നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ, വേവിച്ച് ഇങ്ങനെ എടുക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് നമ്മളിങ്ങനെ വഴറ്റിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ബീഫ് മുളകിട്ടത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ മുത്തുമണികളെ, വളരെ രുചികരമായ ബീഫ് മുളകിട്ടതാണ് മുത്തുമണികളെ. ഇനി ഇതിലൊട്ടും വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, വെള്ളമൊന്നും ഇല്ലാതിരുന്ന കുറേ ദിവസം വെക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ് ചെയ്യും, കമൻറ്റ് ചെയ്യും മുത്തുമണികളെ. ഓക്കെ, ഈ ഭിന്നശേഷിയായ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് വിലപ്പെട്ടത് നിങ്ങൾ തരുമെന്ന് എനിക്കറിയാം മുത്തുമണികളെ. എന്നാലും ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞാൻ സ്റ്റൂളിൽ ഇരുന്നിട്ടാണ് ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. എൻ്റെ അവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. 6 മാസം കുട്ടി മുട്ടിൽ എഴഞ്ഞ് നടക്കുന്നത് പോലെയാണ് എൻ്റെ നടക്കൽ. പിന്നെ എൻ്റെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ മുത്തുമണികൾ എനിക്ക് വിലപ്പെട്ട ലൈക്കുകൾ സമ്മാനിക്കും, സബ് ചെയ്യും, കമൻറ്റൊക്കെ ചെയ്യും എന്ന് എനിക്കറിയാം. ഓക്കെ, പടച്ചവൻ ഒരുപാട് അനുഗ്രഹം തരട്ടെ നിങ്ങൾക്കൊക്കെ. ഇപ്പം കുറേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ, ബീഫൊക്കെ പൊതുവത്തിൻ്റെ. ഇങ്ങനെയൊക്കെ നന്നായി ചെയ്ത് നോക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും മുത്തുമണികളെ.